മതി പോവാ. രേണു ഒരു ദിവസം കടന്നു പോകാനായിട്ട് എന്തെല്ലാം കാണണം എന്നാണ് ആലോചിക്കുന്നത്. ശരിക്കും പറയാം, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ പിള്ളേര് രേണുവിനെ ഒന്ന് ആക്കി വിട്ടതാണ് എന്ന് തോന്നിപ്പോകണേ. അത് രേണുവിന് മനസ്സിലായിട്ടുണ്ടോ അതോ ഇനി മനസ്സിലായിട്ടില്ലേ, എന്ത് തന്നെ ആയാലും ഒരു വല്ലാത്ത ചെയ്ത്തായിപ്പോയി എന്ന് എടുത്തു പറയേണ്ടി വരും. കോളേജ് പരിപാടിയിലെ കണ്ടാൽ പോയതാണ്. അവിടെ നിന്ന് തിരിച്ചിറങ്ങി വരുന്ന വഴിയിൽ പിള്ളേരവിടെ കൂടി നിന്നുകൊണ്ട് പാട്ടുപാടാൻ പറയുന്നു രേണു ചേച്ചിയുടെ അടുത്ത്. രേണു പിന്നെ കേട്ടതും കേൾക്കാത്തതും അങ്ങനെ എടുത്ത് ചാടി അങ്ങ് പാടാനായിട്ട് നിൽക്കുവാണ്. ഈ സീൻ കാണുമ്പോഴത്തേക്കും ശരിക്കും ഓർമ്മ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ അലൻ ജോസ് പെരേര, ആറാട്ടണ്ണൻ ഇവരെ പോലുള്ളവരെ ഈ കുറേയധികം ഫംഗ്ഷൻസ് പരിപാടികളിലൊക്കെ തന്നെ, കല്യാണ പരിപാടികൾ ഇതുപോലുള്ള ഈ പരിപാടികളിലൊക്കെ തന്നെ കൊണ്ടുവന്നിട്ട് ഓരോ കോമാളിത്തരങ്ങൾ, ഓരോ കോപ്രായങ്ങൾ കാണിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. നമ്മൾ പല വീഡിയോയിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അവർ അതിനനുസരിച്ച് നിന്ന് കൊടുക്കുകയും ചെയ്യും. അവർ പലതരത്തിലുള്ള കോപ്രായങ്ങൾ കാണിക്കാനും അവർ റെഡിയാണ്. കാരണം അവർക്ക് പൈസ കൊടുത്താണ് കൊണ്ടുവരുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു തരത്തിലുള്ള ഒരു കുഴപ്പമില്ല ഓരോ കോമാളിത്തരങ്ങൾ കാണിക്കാനായിട്ട്. ഇപ്പൊ ഈ ഒരു സീൻ കണ്ടപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ അതുപോലെ ഒരു സന്ദർഭമാണ് രേണുവിന് ഇവിടെ ഉണ്ടായിരിക്കുന്നതെന്ന് തോന്നിപ്പോയി. കാരണം പിള്ളേർക്ക് വേണ്ട ഒരു ഫണ്ട്, അതിനു വേണ്ടിയിട്ടാണ് അവർ ഓരോന്ന് ചെയ്തു വയ്ക്കുന്നതും ഓരോന്ന് പറയുന്നതും ഓരോന്ന് ചെയ്യാൻ പറയുന്നതും ഒക്കെ തന്നെ. അതിനനുസരിച്ച് തുള്ളാൻ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആ സ്പോട്ടിൽ ചിലപ്പോൾ നാണക്കെട്ട് പോകുന്നതാണ് കാര്യങ്ങൾ മാറിപ്പോകും. ഇവിടെ ഇപ്പോൾ രേണുവിനെ കൊണ്ട് പാട്ട് പഠിപ്പിച്ചു. ആ പാട്ട് പാടിയിട്ട് അവസാനം എന്തോ പറഞ്ഞപ്പോഴത്തേക്ക് രേണു അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. പിന്നെ വന്നിട്ട് വീണ്ടും പാട്ട് പാടുന്ന തരത്തിലോട്ടായിരുന്നു. പക്ഷെ ആ പാട്ട് പാടിയത് അത്ര അങ്ങോട്ട് ഏറ്റില്ല. കാരണം രേണു കുഴപ്പമില്ല, അത്യാവശ്യം പാട്ടൊക്കെ പാടും. ഇപ്പം ഈ പറയുന്ന രീതിയിൽ ഉത്സവ പരിപാടികളിലൊക്കെ പോയിട്ട് രേണു പാട്ട് പാടുന്നതായിട്ടൊക്കെ കേൾക്കുന്നുണ്ട്. രേണുവിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 1-2 പാട്ടേ ഉള്ളൂ. അതൊന്നും ഈ പറയുന്ന മുൻപേ, അതോടൊപ്പം തന്നെ വസീകര, ഈ 2 പാട്ടാണ് കൂടുതലും കേട്ടിട്ടുള്ളത്. വേറെ ഒന്നും തന്നെ അങ്ങനെ കേട്ടിട്ടില്ല. ഇത് രണ്ടും വെച്ച് ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കുകയാണ് രേണു ഇപ്പോഴും. അതോടൊപ്പം തന്നെ പിള്ളേരെ ഏറെ കയറ്റുന്ന തരത്തിൽ ആ പാട്ട് വീണ്ടും പാടിപ്പിക്കാനായിട്ട് നോക്കുന്നു. രേണു വേറൊരു പാട്ട് പാടുന്നു. അവസാനം അത് കുളമായി പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? എന്തെങ്കിലും പരിപാടിക്ക് വന്നു കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞിട്ടൊക്കെ പോവുകയല്ലേ നല്ലത്. അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ നിന്ന് ചമ്മേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ എല്ലായിടത്തും ചെന്നിട്ട് ഇമാതിരി പാട്ട് പാടേണ്ട ഒന്നും തന്നെ ഒരു ആവശ്യമില്ല. പിള്ളേരെ ഏറെ കയറ്റാൻ വേണ്ടിയിട്ട് പലതും പറയും. അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ വേണം നൈസായിട്ട് സ്കൂട്ടാവാനായിട്ട്. ഇല്ലെങ്കിൽ അമളി പറ്റും, അല്ലെങ്കിൽ പണി പറ്റി എയറിലോട്ട് ആവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. രേണു അത് ഇനിയെങ്കിലും മനസ്സിലാക്കിയാൽ കൊള്ളാം. കാരണം എല്ലാത്തിനും ചാടിക്കേറിയിട്ട് ഞാൻ ചെയ്യാം എന്നുള്ള മട്ടിൽ നിന്ന് കഴിഞ്ഞാൽ പലതിലും ചിലപ്പോൾ ഏറിൽ കയറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അതായത് ആറാട്ടണ്ണൻ, അതോടൊപ്പം തന്നെ അലൻ ജോസ് പെരേര, ഇവർ രണ്ടുപേരും ചെയ്യുന്ന ഓരോരോ പ്രവൃത്തികൾ, ഇവർ രണ്ടുപേരും കാണിക്കുന്ന ഓരോരോ രീതികളൊക്കെ തന്നെ രേണുവും പിന്തുടരുകയാണോ എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. കാരണം എന്തായാലും കുഴപ്പമില്ല, ഏറിൽ കയറിയാലും കുഴപ്പമില്ല, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പിടിച്ചു നിന്നാൽ മതി എന്നുള്ള മട്ടാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും പരിപാടിക്ക് ചെന്ന് പാട്ട് പാടി അവസാനം കൊളാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടതെന്ന് പറയുന്നത്. പിള്ളേർ ഏറിൽ കയറ്റാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചേച്ചി പാട് എന്ന് പറയുകയും രേണു അങ്ങ് പാടിയും തുടങ്ങി. അവസാനം എല്ലാം കൂടെ അതാ കിടക്കുന്നു. അതിന്റെ താഴെ വന്ന് ചില കമന്റുകൾ വായിച്ചു നോക്കണമായിരുന്നു. ഞാനത് ഇവിടെ കാണിക്കാം. എന്തായാലും രേണു ഒരു കാര്യം മനസ്സിലാക്കുക, ഇതുപോലുള്ള പരിപാടികളൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ എന്തിനാണോ വിളിച്ചത് ആ കാര്യം മാത്രം ചെയ്തു വരുന്നതായിരിക്കും നല്ലതെന്ന് പറയും. അഡീഷണൽ ആയിട്ട് നമ്മൾ കയ്യിൽ നിന്ന് എടുത്ത് ഇടാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ചമ്മി നാറുന്ന ഒരു അവസ്ഥ ചിലപ്പോൾ ഉണ്ടായെന്ന് വരും. ഇപ്പോൾ ഈ കണ്ട അവസ്ഥ പോലെ. കാരണം എല്ലായ്പ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിടുന്ന കാര്യങ്ങൾ ഏൽക്കണമെന്നില്ല. പിള്ളേർ പലതും പറയും. കാരണം അവർക്ക് വേണ്ടത് എന്റർടൈൻമെന്റ് രീതിയാണ്. അവർക്ക് ആ ഒരു തരത്തിലാണ് അവർ കാണുന്നതെന്ന് പറയുന്നത്. അവർ ചിരിപ്പിക്കാൻ, അവർക്ക് ചിരിക്കാനും വേണ്ടിയിട്ട് അവർ പലതും ചെയ്യാൻ പറയും. അതിനനുസരിച്ച് നമ്മൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ എയർ കയറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. ഓൾറെഡി ഇപ്പോൾ എയറിൽ നിന്ന് താഴെ ഇറങ്ങാത്ത ഒരു അവസ്ഥയാണ് രേണു. ഇനി കൂടുതൽ പാട്ടിന്റെ കാര്യത്തിലും എയറിൽ കയറുന്ന രീതിയിലോട്ടാണ് രേണു പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ആയിക്കോട്ടെ, നടക്കട്ടെ കാര്യങ്ങൾ. എന്തായാലും ഇങ്ങനെയാണ് പോക്കെങ്കിൽ അലൻ ജോസ് പെരേരയ്ക്കും അതോടൊപ്പം തന്നെ ആറാട്ടണ്ണനും രേണു ഒരു ഭീഷണിയായി മാറുമോ എന്നുള്ളതാണ് സംശയം എന്ന് പറയുന്നത്. കാരണം പരിപാടികളൊക്കെ ചെന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവസാനം എല്ലാ പരിപാടിയിലും രേണുവിനെ തന്നെ വിളിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാം എന്നുള്ള തരത്തിൽ ആൾക്കാർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അലൻ ജോസ് പെരേരയ്ക്കും അതോടൊപ്പം തന്നെ ആറാട്ടണ്ണനും വലിയൊരു ഭീഷണിയായി മാറുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറുന്നവരുടെ എന്തൊക്കെയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്നതല്ലേ. ഇനിയും എന്തെല്ലാം കാണണം.